വസ്ത്രശുദ്ധി. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 47 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. വസ്ത്രശുദ്ധി. കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഊടിലോ പാവിലോ തുകിലിലോ തുകൽ വസ്ത്രങ്ങളിലോ പച്ചയോ ചുവപ്പോ ആയ കരിമ്പനുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ്. അത് പുരോഹിതനെ കാണിക്കണം. അവനത് പരിശോധിച്ച ശേഷം 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ചു സൂക്ഷിക്കണം. 7-ാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം. കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളിലോ ആകട്ടെ അത് അശുദ്ധമാണ്. അത് കത്തിച്ച് കളയണം. അത് കമ്പിളിയുടെയോ ചണത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ അത് പടരുന്നത് കരിമ്പനാണ്. അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിലെ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടില്ല എങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം. അത് പരീക്ഷണാർത്ഥം 7 ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം. കഴുകിയതിനു ശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം. പാട് കണ്ടിടത്ത് നിറഭേദം സംഭവിച്ചിട്ടില്ല എങ്കിൽ, കരിമ്പൻ വ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അത് അശുദ്ധമാണ്. കരിമ്പൻ വസ്ത്രത്തിൻ്റെ അകത്തോ പുറത്തോ ആകട്ടെ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. എന്നാൽ കഴുകിയതിനു ശേഷമുള്ള പരിശോധനയിൽ നിറം മങ്ങിയിരിക്കുന്നതായി കണ്ടാൽ തുകലിൻ്റെയോ വസ്ത്രങ്ങളിലെയോ ഊടിൻ്റെയോ പാവിൻ്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം. വസ്ത്രത്തിൻ്റെ ഊടിലോ പാവിലോ തുകൽ വസ്ത്രങ്ങളിലോ അത് പിന്നെയും കാണുന്നെങ്കിൽ പാട് പകരുകയാണ്. ആ വസ്തു ദഹിപ്പിച്ച് കളയണം. എന്നാൽ കഴുകിയതിനു ശേഷം വസ്ത്രത്തിൻ്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം അപ്രത്യക്ഷമാകുന്നെങ്കിൽ വീണ്ടും കഴുകണം. അപ്പോൾ അത് ശുദ്ധമാകും. ഇതാണ് കമ്പിളി വസ്ത്രത്തിൻ്റെയോ ചണവസ്ത്രത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്ത്രങ്ങളിലോ കരിമ്പനുണ്ടായാൽ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള നിയമം.